ബി.ജെ.പി. നടത്തുന്ന കുതിരക്കച്ചവടത്തെ ഈ രാജ്യത്തു നിന്ന് തന്നെ കുഴിച്ചുമൂടുമെന്നൊരു സൂചനയാണ് പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും ഇന്ന് വന്നിരിക്കുന്നത്. അതായത് രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി നടന്ന 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ തകർപ്പൻ മുന്നേറ്റം നരേന്ദ്രമോദിയെ വീണ്ടും ആശങ്കയിലാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ബി.ജെ.പിയുടെ അടിത്തറ ഇളക്കിയ ഒരു തോൽവി എന്ന് പറയുന്നത് പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലേതാണ്. ആ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി മൊഹീന്ദർ ഭഗത്തിന് തകർപ്പൻ വിജയമാണ് ലഭിച്ചിരിക്കുന്നത്. ഇരു മുന്നണികൾക്കും ഇത് അഭിമാന പോരാട്ടമായിരുന്നു. AAPയിൽ നിന്നും ബി.ജെ.പിയിലേക്ക് പോയ സിറ്റിംഗ് MLAയെ തോൽപ്പിക്കേണ്ടത് ഇന്ത്യ മുന്നണിയുടെയും അതുപോലെ ജയിപ്പിക്കേണ്ടത് ബി.ജെ.പിയുടെയും ഒരു ഉത്തരവാദിത്തമായിരുന്നു. എന്നാൽ ആം ആദ്മി പാർട്ടി പകരം വീട്ടി. ബി.ജെ.പിയിലേക്ക് ചേക്കേറിയ സിറ്റിംഗ് MLA ശീതൽ അങ്കുറലിനുള്ള പകരം വീട്ടൽ കൂടിയായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ്. AAP MLA ആയിരുന്ന ശീതൽ മാർച്ച് 28-ാം തീയതി കേന്ദ്രത്തിലെ ചില അവസരങ്ങൾ കണ്ടാണ് ബി.ജെ.പിയിൽ ചേർന്നത്. അതിനെ തുടർന്നാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ബി.ജെ.പിയുടെ ടിക്കറ്റിലാണ് ഇക്കുറിയും ശീതൾ മത്സരിച്ചത്. ഇതോടെ തീപാറുന്നൊരു പോരാട്ടമാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് AAPക്കും ഇന്ത്യ മുന്നണിക്കും വേണ്ടി പ്രചരണം നടത്തിയത്. 37,325 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ മൊഹീന്ദർ ഭഗവത്തിൻ്റെ ഇന്നത്തെ വിജയം. ബി.ജെ.പി. സ്ഥാനാർത്ഥി ശീതൾ 17,921 വോട്ടുകൾ നേടി രണ്ടാമതായി. കഴിഞ്ഞ വർഷം ബി.ജെ.പി. വിട്ട് ആം ആദ്മി പാർട്ടിയിലെത്തിയ നേതാവാണ് ഈ മൊഹീന്ദർ ഭഗത്. മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായിരുന്ന ചുന്നിലാൽ ഭഗത്തിൻ്റെ മകൻ കൂടിയാണ് അദ്ദേഹം. 2022-ൽ ഇതേ മണ്ഡലത്തിൽ അദ്ദേഹം ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. 98, 2001, 2017, 2020 കാലയളവിൽ പഞ്ചാബ് ബി.ജെ.പി. വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം. അതായത് ജലന്ധർ വെസ്റ്റ് മണ്ഡലത്തിലെ ബി.ജെ.പിയുടെ തോൽവി നൽകുന്ന ഒരു പാഠം എന്ന് പറയുന്നത് രാജ്യവ്യാപകമായി ബി.ജെ.പിക്ക് കിട്ടാൻ പോകുന്ന ഒരു തിരിച്ചടിയുടേതാണ്. പൊതുവെ ഒരു ധാരണയുണ്ടായിരുന്നു, ഏതു പാർട്ടിയിൽ നിന്ന് ജയിച്ചാലും ആ സ്ഥാനം രാജിവെച്ച് കൂറുമാറി ബി.ജെ.പിയിൽ ചേർന്നാൽ അവരെ വീണ്ടും ജനങ്ങൾ വിജയിപ്പിച്ച് MP-യോ MLA-യോ ആക്കാൻ കഴിയുമെന്ന്. അത് വലിയ പണത്തിൻ്റെ കുത്തൊഴുക്ക് മൂലം ഉണ്ടായൊരു ധാരണയായിരുന്നു. എന്നാൽ ആ ധാരണയ്ക്കും ചിന്താഗതിക്കുമേറ്റ തിരിച്ചടിയാണ് ഇന്ന് ജലന്ധറിൽ കണ്ടത്. ബി.ജെ.പിയുടെ കാലുവാരിയ സ്ഥാനാർത്ഥിയെ ആ മണ്ഡലത്തിൽ തന്നെ തോൽപ്പിച്ചു വിട്ട എതിർപക്ഷത്തിൻ്റെ നീക്കം ഈ രാജ്യം മുഴുവൻ കാണാൻ പോകുന്നതാണിനി. ബി.ജെ.പിയുടെ കുതിരക്കച്ചവടത്തെ ജീവനോടെ കുഴിച്ചു മൂടാൻ കഴിയുന്ന നീക്കമാണ് ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത്.